റെനാകോണിന്റെ AAC ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് വീടിന്റെ മുകളിൽ റിനോവേഷൻ വർക്കുകൾ നടക്കുന്ന ഒരു വീടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. തൃശ്ശൂര് പട്ടിക്കാടിനടുത്ത് ചുവന്നമണ്ണാണ് സ്ഥലം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് എന്താന്ന് നോക്കാം. ഇത് മൊത്തത്തിൽ ഒരു 750 സ്ക്വയർ ഫീറ്റ് ആണ് ഇവര് റെനോവേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇത്രയും വലിയ ഏരിയയിൽ ഒരു ബെഡ്റൂമാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അപ്പുറത്തൊരു റൂമുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലംബിങ്ങിന്റെയും വയറിങ്ങിന്റെയും ഒക്കെ കട്ടിങ്ങുകളൊക്കെ ആട്ടോ. അപ്പൊ ഈ ബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോ പൊട്ടിപ്പോവോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വതവേ ചോദിക്കലുണ്ട്. കണ്ടോ, ഇതിപ്പോ നല്ല നീറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് കട്ട് ചെയ്യണ പോലെ കണ്ടോ, നല്ല സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കൺസീൽഡ് ആയിട്ട് എല്ലാം ഇപ്പൊ ഇത് പൈപ്പ് ഇട്ട് വെച്ചിട്ട് തേച്ച് വെച്ചിട്ടുള്ളതാണ്, അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഭാഗം കാണുന്നത്. അപ്പൊ ഈ ബ്രിക്ക് എങ്ങനെയാണ് മുകളിലേക്ക് എടുക്കാന്ന് ഒരു ഐഡിയ വന്നപ്പോ ഈ ബ്രിക്ക് എടുക്കാന്ന് എങ്ങനെയാണ്? അത് എന്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. ഈ ബ്രിക്ക് അവൻ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ ഗുണമാണെന്ന് അവൻ പറഞ്ഞു. മാത്രമല്ല ഇത് എല്ലാവരും എന്റെ ഫ്രണ്ട്സ് മൊത്തം സജസ്റ്റ് ചെയ്ത ഈ ബ്രിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്റെ ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ വന്നത്. ചുമരുപണി എല്ലാം കഴിഞ്ഞു. ഇനി പ്ലംബിംഗ് വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നടന്നുകൊണ്ടിരിക്കുക. അത് പിന്നെ ജിപ്സത്തിന്റെ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. മാരേജുമായിട്ട് ബന്ധപ്പെട്ട് റിനോവേറ്റ് ചെയ്യാനുള്ള അതെ സൗകര്യം കൂടിയാണ്. ഇതിൽ 6 ഇഞ്ചിന്റെ ബ്രിക്കുകളാണ് ഇതിലെ ചുമരുകൾ പണിയാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, 6 ഇഞ്ച് കനം വരും, 8 ഇഞ്ച് ഹൈറ്റ് വരും, പിന്നെ 24 ഇഞ്ച് നീളം വരും. അങ്ങനെയാണ് നമ്മളുടെ ബ്രിക്കിന്റെ സൈസ് വരുന്നത്. പിന്നെ ഇപ്പൊ ഈ ബ്രിക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ റെനാകോൺ എഴുതിയിട്ടുള്ളത് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ISI കോഡ് കാണാൻ പറ്റും. അതിന്റെ മാർക്കിംഗ് എല്ലാം കാണാം, അതിന്റെ ഡെൻസിറ്റി, പിന്നെ അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എല്ലാ ബ്രിക്കിലും കാണാൻ പറ്റും. റെനാകോൺ എന്നുള്ളത് പ്രീമിയം ക്വാളിറ്റി AAC ബ്ലോക്സ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ഇന്ത്യയിൽ. പിന്നെ ഈ AAC ബ്ലോക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണിയാനായിട്ട് സിമെന്റും മണലിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിപ്പോ പണിതിട്ടുള്ളത് ഒരു ജോയിന്റ് മോട്ടർ വെച്ചിട്ടാണ്. അത് ഈ AAC ബ്ലോക്ക് ഒട്ടിക്കാൻ വേണ്ടി തന്നെ നമ്മളുടെ റെനാകോണിന്റെ തന്നെ ബോണ്ട് വരുന്നുണ്ട്. അതിങ്ങനെ പൗഡർ ആയിട്ടാണ് വരിക, വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ഈവൻ ലെയർ ആയിട്ട് വെച്ചിട്ട് വാട്ടർ ലെവൽ നോക്കി വെച്ചു കൊടുക്കുക. അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഈ കട്ടയുടെ പണി വരുന്നത്. പിന്നെ ഇത് പണിത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നനയ്ക്കാൻ നിൽക്കുകയും അങ്ങനെ ഒരു ക്യൂറിങ് സമയമൊന്നുമില്ല. ഇതൊരു വെച്ചൊരു ഹാഫ് ആൻ അവറിൽ കട്ട സെറ്റായി. പിന്നെ നമുക്കിപ്പോ അത് കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പ്ലംബിങ്ങും വയറിങ് കട്ടിങ് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ വീട് ഒരു 30 വർഷം പഴക്കമുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള വീട്ടിൽ ഇതുപോലുള്ള റിനോവേഷൻ വർക്കുകൾ ചെയ്യുമ്പോൾ മാക്സിമം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പ്രയോറിറ്റിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവര് നമ്മളുടെ ഈ AAC ബ്ലോക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ സിമെന്റ് ബ്രിക്ക് ആയിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 4-ൽ 1 ഭാരേ വരുള്ളൂ എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പീസ് കണ്ടില്ലേ, ഇത് ഭയങ്കര ഈസിയാണ്. കണ്ടില്ലേ ഇത്രയും. അതായത് ഇത് 8-6-12 ബ്രിക്ക് സിമെന്റ് ബ്രിക്ക് വരുമ്പോൾ അതിനൊരു 25 കിലോ 21-25 കിലോന്റെ ഇടയിൽ നമുക്ക് വെയിറ്റ് വരും. എന്നാൽ നമ്മളുടെ ഈ ബ്രിക്ക് 24 അതിന്റെ 2 ഇരട്ടിയുള്ളത് 6-8-24 സൈസ് വരുന്ന നമ്മളുടെ AAC ബ്ലോക്കിന് വെറും 12 കിലോ മാത്രമാണ് ഭാരം. അതായത് ഒരു 50 കിലോ വരേണ്ട ഭാഗത്താണ് ഒരു 12 കിലോ വെയിറ്റും ഇത് വരുന്നത്. പിന്നെ നമ്മളുടെ ബ്രിക്കിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചൂട് കുറവായിരിക്കും. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കുഞ്ഞ് എയർ ബബിൾസ് ആണ്, അതിന്റെ ഒരു മാനുഫാക്ചറിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കുഞ്ഞ് എയർ ബബിൾസ് ആണ്, എയറേറ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഈ AAC മെറ്റീരിയൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് വളരെ കുറവായിരിക്കും. പിന്നെ ചെതല് പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ഈർപ്പം വലിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും നമ്മളുടെ ഈ മെറ്റീരിയലിന് വരില്ല എന്നുള്ളതും ഈ AAC ബ്ലോക്കിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവരുടെ റൂഫ് ഇപ്പൊ ട്രസ്സാണ്, ഷീറ്റാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ സീലിംഗ് വരുന്നുണ്ട് കേട്ടോ. MR ഷീറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മുകളിൽ നിന്നുള്ള ഒരു ചൂടിനും കുറവ് കിട്ടും. മുകളിൽ ഇപ്പൊ ഷീറ്റ് ആയതുകൊണ്ട് സ്വതവേ ചൂട് വരും, പക്ഷെ അതും നമുക്ക് ഉള്ളിലേക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ബ്രിക്ക് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ഗുണങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ റെനാകോണിന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ റേറ്റോ അതിന്റെ ഉപയോഗിക്കൽ എങ്ങനെയാണ്, പണിയൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.